എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മറ്റ് ഹോർമോണുകൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെക്കുറിച്ചുമാണ്. അതിൽ തലച്ചോറിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അന്തഃസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി രണ്ട് ദളങ്ങളുള്ള ഒരു ഗ്രന്ഥിയാണ്. അതായത് ബൈലോബ്ഡ് ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മുൻദളവുമുണ്ട് പിൻദളവുമുണ്ട്. മുൻദളം ആണ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. പിൻദളം ചില ഹോർമോണുകളെ സംഭരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, നമ്മൾ ഷോർട്ടായിട്ട് TSH എന്ന് പറയും. അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, ഷോർട്ട് ACTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH, വളർച്ചാ ഹോർമോൺ അതിൻ്റെ പേരാണ് സൊമാറ്റോട്രോപ്പിൻ, പ്രോലാക്റ്റിൻ. ഇത്രയുമാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH, അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ ACTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ GTH, പ്രോലാക്റ്റിൻ, വളർച്ചാ ഹോർമോണിൻ്റെ പേര് സൊമാറ്റോട്രോപ്പിൻ. ഇനി എന്തൊക്കെയാണ് ഇവയുടെ ധർമ്മം എന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഹോർമോണായ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ആരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ആരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് എന്ന്. തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് TSH എന്ന് പറയുന്നത്. അതായത് നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ച് മുൻ വീഡിയോകളിൽ പഠിച്ചിട്ടുണ്ട്. കാൽസിറ്റോണിൻ, തൈറോക്സിൻ എന്നീ രണ്ട് ഹോർമോണുകളാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം തൈറോയ്ഡ് ഗ്രന്ഥി അതിൻ്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആദ്യം ഈ TSH എന്ന് പറയുന്ന ഹോർമോൺ തൈറോയ്ഡ് ഗ്രന്ഥിയിലെത്തി അതിനെ ഉത്തേജിപ്പിക്കണം. അപ്പം TSHൻ്റെ ധർമ്മം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക. അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ പേര് പോലെ തന്നെ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്നു, കോർട്ടെക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇനി ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ, ഗൊണാഡുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും പ്രത്യുൽപാദന അവയവങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഗൊണാഡ്. പുരുഷന്മാരിൽ വൃഷണങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റിസ്, സ്ത്രീകളിൽ അണ്ഡാശയം അല്ലെങ്കിൽ ഓവറി. ഇവയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് GTH അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. ഇനി വളർച്ചാ ഹോർമോൺ പേര് പോലെ തന്നെ നമ്മുടെ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുക. പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ഇത്രയുമാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. ഇനി എന്തിനാണ് പിൻദളം? പിൻദളം ചില ഹോർമോണുകളെ സംഭരിച്ചു വയ്ക്കുകയാണെന്ന് പറഞ്ഞു. ആ ഹോർമോണുകൾ എവിടെ നിന്ന് വരുന്നതാണെന്ന് നമ്മൾ ജീവശാസ്ത്രത്തിലെ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. തലച്ചോറിനെ കുറിച്ച്. തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് ചില ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവയിൽപ്പെട്ടതാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഈ ഓക്സിറ്റോസിനെയും വാസോപ്രസിനെയും ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിച്ച് നേരെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്ക് വിടും. ഈ രണ്ട് ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അതിൻ്റെ പിൻദളത്തിലാണ് സംഭരിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ഹോർമോണുകളെ സംഭരിച്ചു വയ്ക്കാനാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻദളം ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഈ ഹോർമോണുകൾ രക്തത്തിലേക്ക് കടത്തിവിടും. അങ്ങനെ പിൻദളത്തിൽ സംഭരിച്ചു വയ്ക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്സിറ്റോസിൻ അതിൻ്റെ ധർമ്മം എന്തെന്ന് വെച്ചാൽ ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. മാത്രമല്ല പ്രസവശേഷം മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് ഓക്സിറ്റോസിൻ. പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് പ്രോലാക്റ്റിനാണ്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിനാണ്. ഇപ്പോൾ ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിച്ചുകൊണ്ട് പ്രസവം സുഗമമാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അത് ഉൽപ്പാദിപ്പിക്കുന്ന ആൾ ഹൈപ്പോതലാമസ് ആണ്, പക്ഷേ സംഭരിച്ചു വയ്ക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻദളത്തിലാണ്. അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻദളത്തിൽ സംഭരിക്കുന്ന മറ്റൊരു ഹോർമോണാണ് വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ADH. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ADH അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്നത്.